ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. എല്ലാവർക്കും മാത്തമാറ്റിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനറി ഓപ്പറേഷനുകളെ കുറിച്ചാണ്. 5th സെമസ്റ്റർ അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിലെ ടോപ്പിക് ആയിട്ടുള്ള ബൈനറി ഓപ്പറേഷൻസ്. വാട്ട് ഈസ് എ ബൈനറി ഓപ്പറേഷൻ? എ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. എ ഫംഗ്ഷൻ ഫ്രം എസ് ക്രോസ് എസ് ടു എസ്. എ ഫംഗ്ഷൻ star from s cross s to s is called a binary operation. s cross s ലെ എലമെന്റ്സ് ഓർഡേർഡ് പെയർസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓർഡേർഡ് പെയർ എ ബി. സ്റ്റാർ ഓഫ് ഓർഡേർഡ് പെയർ എ ബി എന്ന് പറയുന്നതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എ സ്റ്റാർ ബി. സ്റ്റാർ ഓഫ് ഓർഡേർഡ് പെയർ എ ബി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി. ഈ എ സ്റ്റാർ ബി എസിൽ ഉണ്ടാവണം. A star B S ൽ ഉണ്ടാവണം. For every A comma B belongs to S. For every A comma B belongs to S, star of ordered pair AB is equal to A star B belongs to S ആണെങ്കിൽ നമ്മൾ പറയും സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന്. ബൈനറി ഓപ്പറേഷൻ. ഓക്കെ, ഈ ബൈനറി ഓപ്പറേഷന് തന്നെ മറ്റൊരു പേരുണ്ട്, ബൈനറി കോമ്പോസിഷൻ. ബൈനറി കോമ്പോസിഷൻ. ഇനി സ്റ്റാർ ഓഫ് എ ബി, സ്റ്റാർ ഓഫ് ഓർഡേർഡ് പെയർ എ ബി ഈക്വൽ ടു എ സ്റ്റാർ ബി എസിൽ ഉണ്ടെങ്കിൽ നമ്മൾ പറയും എസ് ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്റ്റാർ. എസ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ. ഇതിനെയാണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് വിളിക്കുക. സ്റ്റാർ ഓഫ് ഓർഡേർഡ് പെയർ എ ബി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി എസിൽ ഉണ്ടാവണം. എസിലുള്ള ഏത് രണ്ട് എലമെന്റ്സിനെ എടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്താലും കിട്ടുന്ന നമ്പർ എസിൽ ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ നമ്മൾ പറയും ഇവിടെ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, ഈ പ്രോപ്പർട്ടിക്ക് എന്താണ് പറയുക? ക്ലോഷർ പ്രോപ്പർട്ടി. ഇനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n. ഇവിടെ അഡിഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണോ? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൽ അഡിഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണോ? ഏത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആഡ് ചെയ്താലും കിട്ടുന്ന നമ്പർ നാച്ചുറൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് അഡിഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആണ് ഓൺ ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇനി ഏത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സിനെയും മൈനസ് ചെയ്താൽ കിട്ടുന്ന നമ്പർ നാച്ചുറൽ നമ്പർ ആണോ? അല്ല. 1 നിന്ന് 2 കുറച്ചാൽ കിട്ടുക -1 ആണ്. -1 നാച്ചുറൽ നമ്പർ അല്ല. അതുകൊണ്ട് എന്താണ്? സബ്ട്രാക്ഷൻ ബൈനറി ഓപ്പറേഷൻ അല്ല. ഏത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സിനെയും സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന നമ്പർ നാച്ചുറൽ നമ്പർ ആയിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് subtraction is not a binary operation. What about division? Division ഒരു ബൈനറി ഓപ്പറേഷൻ ആണോ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൽ? അല്ല. 1/2 നാച്ചുറൽ നമ്പർ ആണോ? അല്ല. അതുകൊണ്ട് സ്റ്റാർ ഓഫ് 1,2 ഈസ് ഈക്വൽ ടു 1/2 എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല ഓൺ ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. മൾട്ടിപ്ലിക്കേഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആണോ? മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ ഇൻറ്റു എന്നല്ല കാണിക്കുക, ഡോട്ടാണ്. ഡോട്ട് ഓഫ് എ ബി, എ ഡോട്ട് ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൽ ബൈനറി ഓപ്പറേഷൻ ആണോ? ഏത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സിനെ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൽ ബൈനറി ഓപ്പറേഷൻ ആണ്. ഇവിടെ അപ്പം അഡിഷനും മൾട്ടിപ്ലിക്കേഷനും. ഇനി സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അഡിഷൻ ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും, സബ്ട്രാക്ഷൻ ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും, മൾട്ടിപ്ലിക്കേഷനും ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. ഏത് ഇൻറ്റിജേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്താലും കിട്ടുന്ന നമ്പർ ഇൻറ്റിജർ ആയിരിക്കും. ഏത് ഇൻറ്റിജേഴ്സിനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താലും കിട്ടുന്ന നമ്പർ ഇൻറ്റിജർ ആയിരിക്കും. ഏത് ഇൻറ്റിജേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുക ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും എന്താണ്? ഇവിടെ എന്താണ്? ബൈനറി ഓപ്പറേഷൻ ആണ്.
ഇനി ക്യൂ എടുത്തു കഴിഞ്ഞാലും അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ബൈനറി ഓപ്പറേഷൻ ആണ്. പക്ഷേ ഇവിടെ രണ്ടിടത്തും ഡിവിഷൻ ബൈനറി ഓപ്പറേഷൻ ആവോ? ക്യൂലും സെഡിലും ഡിവിഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആവോ? സെഡിലാവൂല ഡിവിഷൻ, കാരണം 1/2 സെഡിലില്ല, അതുകൊണ്ട് ഇവിടെ ഡിവിഷൻ ആവൂല. ക്യൂലാവോ? ക്യൂല് ഡിവിഷൻ ബൈനറി ഓപ്പറേഷൻ ആണോ? ഏത് രണ്ട് റാഷണൽ നമ്പേഴ്സിനെ എടുത്ത് ഡിവൈഡ് ചെയ്താലും ഒരു റാഷണൽ നമ്പർ നമുക്ക് കിട്ടുമോ? ഇല്ല. കാരണം എന്താ? 1ഉം 0 എടുക്കുക. 1ഉം റാഷണൽ നമ്പറാണ്, 0യും റാഷണൽ നമ്പറാണ്. പക്ഷേ 1/0 എന്തല്ല? റാഷണൽ നമ്പർ അല്ല. 1/0 ഡസ് നോട്ട് എക്സിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഡിവിഷൻ എന്ന് പറയുന്നത് ഓവർ ക്യൂ ബൈനറി ഓപ്പറേഷൻ അല്ല. ഡിവിഷൻ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ക്യൂ സ്റ്റാർ. ക്യൂ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ക്യൂ മൈനസ് സിംഗിൾടോൺ സെറ്റ് 0. ക്യൂ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ക്യൂ മൈനസ് സിംഗിൾടോൺ സെറ്റ് 0. ഈ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എഡിഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണോ? ഏത് രണ്ട് റാഷണൽ നമ്പേഴ്സിനെ, റാഷണൽ നമ്പേഴ്സ് അല്ല, റാഷണൽ നമ്പേഴ്സ് മൈനസ് സെറ്റ് 0, അതെടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന നമ്പർ ആ സെറ്റിൽ ഉണ്ടാവുമോ? ക്യൂ സ്റ്റാറിൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം എന്താ? -1ഉം 1ഉം എടുത്ത് നിങ്ങൾ ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. -1ഉം 1ഉം ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 0 ആ സെറ്റിലുണ്ടോ? ഇല്ല. അപ്പോൾ എ സ്റ്റാർ ബി ഡസ് നോട്ട് ബിലോങ്സ് ടു ക്യൂ സ്റ്റാർ ആയിരിക്കും ഫോർ എവരി എ ബി അല്ലേ? അതുകൊണ്ട് തന്നെ ക്യൂ സ്റ്റാറിൽ എഡിഷൻ എന്തല്ല? ബൈനറി ഓപ്പറേഷൻ അല്ല. ഇനി സബ്ട്രാക്ഷൻ എടുത്താലോ? 1 - 1 സെറ്റിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ക്യൂ സ്റ്റാറിൽ സബ്ട്രാക്ഷനും ബൈനറി ഓപ്പറേഷൻ അല്ല. മൾട്ടിപ്ലിക്കേഷൻ ബൈനറി ഓപ്പറേഷൻ ആണോ? മൾട്ടിപ്ലിക്കേഷൻ ക്യൂ സ്റ്റാറിൽ ബൈനറി ഓപ്പറേഷൻ ആണോ? ആണ്. കാരണം എന്താ? ഏത് രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താലും, ക്യൂ സ്റ്റാറിലുള്ള ഏത് രണ്ട് നമ്പേഴ്സിനെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും അത് ആ സെറ്റിൽ ഉണ്ടാവും. ഡിവൈഡ് ചെയ്താലോ? ഡിവിഷനോ? ക്യൂ സ്റ്റാറിലുള്ള ഏത് രണ്ട് നമ്പേഴ്സിനെ എടുത്ത് ഡിവൈഡ് ചെയ്താലും അതും ക്യൂ സ്റ്റാറിൽ ഉണ്ടാവും. അപ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എന്താണ്? ബൈനറി ഓപ്പറേഷൻസ് ആണ്. പക്ഷേ എന്തല്ല? എഡിഷനും സബ്ട്രാക്ഷനും ബൈനറി ഓപ്പറേഷൻ അല്ല. ഇനി പറയാൻ പോകുന്നത് എന്താണ് ഒരു ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ എന്നതാണ്. എന്താണ് ഒരു ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ? ഫോർ എക്സാമ്പിൾ ടേക്ക് സ്റ്റാർ എന്ന് പറയുന്നത് എസിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ എസ്. ലെറ്റ് എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്. എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്. സ്റ്റാർ എന്ന് പറയുന്നത് എസിലെ ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. എച്ച് എന്ന് പറയുന്നത് എസിൻ്റെ സബ്സെറ്റ് ആണ്. ഫോർ എവരി എ കോമ ബി ബിലോങ്സ് ടു എച്ച്, ഫോർ എവരി എ കോമ ബി ബിലോങ്സ് ടു എച്ച്, എ സ്റ്റാർ ബി ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ, എ സ്റ്റാർ ബി ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ നമ്മൾ പറയും സ്റ്റാർ ഈസ് ആൻ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഓൺ എച്ച്. സ്റ്റാർ ഈസ് ആൻ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഓൺ എച്ച്. കാരണം സ്റ്റാർ എന്ന് പറയുന്നത് എസ്സിലുള്ള ബൈനറി ഓപ്പറേഷൻ ആണ്. എച്ച് എന്ന് പറയുന്നത് എസിൻ്റെ സബ്സെറ്റും. സ്റ്റാർ എച്ചിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫോർ എവരി എ ബി ബിലോങ്സ് ടു എച്ച്, എ സ്റ്റാർ ബി എച്ചിലുണ്ടെങ്കിൽ, എച്ച് ക്ലോസ്ഡ് അണ്ടർ സ്റ്റാർ ആണെങ്കിൽ നമ്മൾ പറയും സ്റ്റാർ ഈസ് ആൻ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഓൺ എച്ച്. ഫോർ എക്സാമ്പിൾ ടേക്ക് എഡിഷൻ ഓൺ ക്യൂ. എഡിഷൻ ഓൺ ക്യൂ. ക്യൂ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്, ഏത് രണ്ട് റാഷണൽ നമ്പേഴ്സിനെ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന നമ്പർ റാഷണൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എഡിഷൻ എന്ന് പറയുന്നത് ഓൺ ക്യൂ ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഓക്കെ, നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻഡിജേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് സബ്സെറ്റ് ഓഫ് ക്യൂ ആണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ക്യൂ ആണ്. ഫോർ എവരി എ കോമ ബി ബിലോങ്സ് ടു എൻ, for every a comma b belongs to n, a plus b belongs to n ആണ്. a plus b belongs to n ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം പ്ലസ് എന്ന് പറയുന്നത് ഓൺ n ഒരു ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ആണ്. ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഓൺ n. ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഓൺ n. ഈ അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനെ നമ്മൾ ക്യൂവിൽ നിന്ന് എന്നിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാണ്. ക്യൂവിലുള്ള എല്ലാവരും എടുക്കുന്നില്ല, ക്യൂവിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള എന്നിലെ എലിമെൻസിനെ മാത്രം എടുക്കുന്നു. ഓക്കെ, അതാണ് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്ലസ് എന്ന് പറയുന്നത് ഒരു ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ആണ്. എഡിഷൻ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഓൺ n ആണ്. സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ,
സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ, ഈ ഒരു കണ്ടീഷൻ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന്. കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആണെങ്കിൽ നമ്മൾ പറയും സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന്. ഇനി സ്റ്റാർ അസോസിയേറ്റീവ് ആണെന്ന് എപ്പോഴാണ് പറയുക? സ്റ്റാർ അസോസിയേറ്റീവ്. നിങ്ങൾ സെറ്റിൻ്റെ പ്രോപ്പർട്ടിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, യൂണിയൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണെന്ന്. അതേപോലെ തന്നെ ഇവിടെ സ്റ്റാർ. ഓക്കെ, എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നതും എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നതും ഈക്വൽ ആണെങ്കിൽ, എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആണെങ്കിൽ നമ്മൾ പറയും സ്റ്റാർ അസോസിയേറ്റീവ് ആണെന്ന്. സെഡ് എന്ന് പറയുന്ന സെറ്റിൽ, സെഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്, സെഡ് എന്ന് പറയുന്ന സെറ്റിൽ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവുമാണ്, അസോസിയേറ്റീവുമാണ്. ഫോർ എക്സാമ്പിൾ 2+3 എന്ന് പറയുന്നതും 3+2 എന്ന് പറയുന്നതും സെയിം ആണ്. 2+3+5 2+3+5 എന്ന് പറയുന്നതും 2+3+5 എന്ന് പറയുന്നതും സെയിം ആണ്. ഇതേപോലെ തന്നെ 2 × 3യും 3 × 2ഉം സെയിം ആണ്. 2 × 3 × 5ഉം 2 × 3 × 5ഉം സെയിം ആണ്. പക്ഷേ ഒരിക്കലും Z എന്ന് പറയുന്ന സെറ്റിൽ സബ്ട്രാക്ഷനും ഡിവിഷനും കമ്മ്യൂട്ടേറ്റീവും ആവില്ല, അസോസിയേറ്റീവും ആവില്ല. 2 - 3 എന്ന് പറയുന്നതും 3 - 2 എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ 2/3 നോട്ട് ഈക്വൽ ടു 3/2. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് അസോസിയേറ്റീവ് അല്ല എന്നും കാണാൻ കഴിയും. സെറ്റ് എന്ന് പറയുന്ന സെറ്റിൽ മൾട്ടിപ്ലിക്കേഷനും അഡിഷനും കമ്മ്യൂട്ടേറ്റീവുമാണ്, അസോസിയേറ്റീവുമാണ്. സബ്ട്രാക്ഷനും ഡിവിഷനും കമ്മ്യൂട്ടേറ്റീവുമല്ല, അസോസിയേറ്റീവുമല്ല. ഇനി ഇവിടെ ശ്രദ്ധിച്ച് ഈ സെറ്റ് H ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ n സ്ക്വയർ സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n. ഈ സെറ്റിൽ അഡിഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആണോ? ഈ സെറ്റിൽ അഡിഷൻ ബൈനറി ഓപ്പറേഷൻ ആണോ? ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ എന്താ കണ്ടീഷൻ? ആ സെറ്റിലുള്ള ഏത് രണ്ട് നമ്പേഴ്സിനെ എടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്താലും കിട്ടുന്ന നമ്പർ ഇവിടെ ഉണ്ടാവണം, സെറ്റിൽ ഉണ്ടാവണം. ഇവിടെ നോക്കിക്കോ, ഞാനിവിടെ 1 സ്ക്വയർ നെയിം 2 സ്ക്വയർ നെയിം എടുത്ത് ആഡ് ചെയ്തു. 1 സ്ക്വയർ നെയിം 2 സ്ക്വയർ നെയിം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 1 + 4 = 5. 5 എന്ന് പറയുന്ന നമ്പർ ഒരു നാച്ചുറൽ നമ്പറിൻ്റെയും സ്ക്വയർ അല്ല. അതുകൊണ്ട് തന്നെ 5 എവിടെ ഉണ്ടാവില്ല? എച്ചിൽ ഉണ്ടാവില്ല. 5 ഡസ് നോട്ട് ബിലോങ്സ് ടു H. അതുകൊണ്ട് എഡിഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. ഇനി എയും ബിയും സെഡിലെ എലമെൻറ്റ്സ് ആണ്. ഇവിടെ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണോ? എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു 2ab. എ സ്റ്റാർ ബി ഈക്വൽ ടു 2ab. ബി സ്റ്റാർ എയോ? ബി സ്റ്റാർ എ ഈസ് ഈക്വൽ ടു 2ba ആണോ? 2ba. എ ബി എന്ന് പറയുന്നതും ബി എ എന്ന് പറയുന്നതും സെയിം ആണ്. അതുകൊണ്ട് ഇവിടെ സ്റ്റാർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് സ്റ്റാർ അസോസിയേറ്റീവ് ആണോ എന്നതാണ്. അതിന് ചെക്ക് ചെയ്യേണ്ടത് എ സ്റ്റാർ ബി സ്റ്റാർ സി കാണണം. എ സ്റ്റാർ ബി സ്റ്റാർ സി, ദാറ്റ് ഈസ് എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് 2bc. എ സ്റ്റാർ 2bc, ദാറ്റ് ഈസ് 2bc ഇൻറ്റു എ. 2bc ഇൻറ്റു എ. ഇനി എ സ്റ്റാർ ബി സ്റ്റാർ സി കാണണം. എ സ്റ്റാർ ബി സ്റ്റാർ സി. എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി 2ab ഇൻ സ്റ്റാർ സി, ദാറ്റ് ഈസ് 2ab ഇൻറ്റു സി. 2ab ഇൻറ്റു സിയും 2bc ഇൻറ്റു എയും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്തല്ല? അസോസിയേറ്റീവ് അല്ല. എ സ്റ്റാർ ബി ഈക്വൽ ടു a⁻b എന്ന് പറയുന്ന ഓപ്പറേഷൻ ഓൺ സെഡ്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു a⁻b
ഈ ഒരു ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ? എ സ്റ്റാർ ബി ഇസ് എ റേസ് ടു ബി, ബി സ്റ്റാർ എയോ ബി സ്റ്റാർ ഇസ് ബി റേസ് ടു എ റേസ് ടു ബി ഇസ് നോട്ട് ഈക്വൽ ടു ബി റേസ് ടു എ, therefore the operation is not commutative. ഇനി എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് എ സ്റ്റാർ ബി സ്റ്റാർ സി, ദാറ്റ് ഈസ് എ റേസ് ടു ബി സ്റ്റാർ സി, ദാറ്റ് ഈസ് എ റേസ് ടു ബി റേസ് ടു സി, ദാറ്റ് ഈസ് എ റേസ് ടു ബി സി. ഓക്കെ, ഇനി എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് എ സ്റ്റാർ ബി റേസ് ടു സി, എ സ്റ്റാർ ബി റേസ് ടു സി, ദാറ്റ് ഈസ് എ റേസ് ടു ബി റേസ് ടു സി, ദാറ്റ് ഈസ് എ റേസ് ടു ബി റേസ് ടു സി, എ റേസ് ടു ബി റേസ് ടു സി, മറ്റേത് എ റേസ് ടു ബി സി, രണ്ടും ഡിഫറെൻ്റ് ആണ്. therefore here star is not associative. A star b equal to ab by 2, a star b equal to ab by 2 on q, set of all rational numbers. ഇവിടെ a star b എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണോ നമുക്ക് നോക്കി നോക്കാം. a star b ab by 2, ഇനി b star a എന്ന് പറയുന്നത് b star a എന്ന് പറയുന്നത് ba by 2, therefore ab by 2 ba by 2 രണ്ടും ഈക്വൽ ആണ്. therefore the operation star is commutative. ഇനി എന്താണ് അസോസിയേറ്റീവ് ആണോ നോക്കണം. a star b സ്റ്റാർ സി, എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ ബി ബൈ 2, സ്റ്റാർ സി എന്ന് പറയുന്നതോ എ ബി സി ബൈ 4. ഓക്കെ, ഇനി എ സ്റ്റാർ ബി സ്റ്റാർ സി, ദാറ്റ് ഈസ് എ സ്റ്റാർ ബി സി ബൈ 2, ദാറ്റ് ഈസ് എ ബി സി ബൈ 4. therefore സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു 4 എക്സാമ്പിൾ കൂടിയാണ് ഈ ക്ലാസ്സിൽ. ഫസ്റ്റിലത്തേത് set of all m by n matrices of real entries, m by n matrices of real entries. ഈ മെട്രിക്സുകളുടെ സെറ്റ് ഓഫ് ഓൾ m by n matrices with real entries. അവിടെ മെട്രിക്സ് അഡിഷനും സബ്ട്രാക്ഷനും എന്തായിരിക്കും? ബൈനറി ഓപ്പറേഷൻസ് ആയിരിക്കും. രണ്ട് m by n മെട്രിക്സിനെടുത്ത് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും m by n മെട്രിക്സ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് ഇവിടെ അഡിഷനും സബ്ട്രാക്ഷനും, മെട്രിക്സ് അഡിഷനും മെട്രിക്സ് സബ്ട്രാക്ഷനും ബൈനറി ഓപ്പറേഷൻസ് ആണ്. പക്ഷേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ബൈനറി ഓപ്പറേഷൻ ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, m ഈക്വൽ ടു n ആവണം. m ഈക്വൽ ടു n ആണെങ്കിൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ ബൈനറി ഓപ്പറേഷൻ ആവുള്ളൂ. m n ബൈ n ആർ, ഇതിനെ തന്നെ നമ്മൾ m n r എന്നും എഴുതാറുണ്ട്. m n r എന്ന് എഴുതി കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ n by n matrices with real entries. ഇനി സെറ്റ് ഓഫ് ഓൾ വെക്റ്റേഴ്സ് ഇൻ എ പ്ലെയിൻ എടുക്കുന്നു എന്ന് വിചാരിക്കുക. സെറ്റ് ഓഫ് ഓൾ വെക്റ്റേഴ്സ് ഇൻ എ പ്ലെയിൻ, അതിനെയാണ് ഞാൻ v എന്നെടുത്തിട്ടുള്ളത്. സെറ്റ് ഓഫ് ഓൾ വെക്റ്റേഴ്സ് ഇൻ എ പ്ലെയിൻ. അവിടെ വെക്റ്റേഴ്സ് രണ്ട് വെക്റ്റേഴ്സിനെടുത്ത് ആഡ് ചെയ്താൽ കിട്ടുന്ന വെക്റ്റർ ആ പ്ലെയിനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആ സെറ്റിൽ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് എഡിഷൻ എന്ന് പറയുന്നത്, വെക്റ്റർ എഡിഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഇനി ഒരു വെക്റ്ററിനെ എടുത്ത് സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വെക്റ്റേഴ്സിൻ്റെ കേസിൽ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതും ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഓക്കെ, വെക്റ്റേഴ്സിൻ്റെ സെറ്റിൽ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതും ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഇനി ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് ബി, ഓക്കെ, ഇതാണ് നമ്മളുടെ വെക്റ്ററിൻ്റെ ക്രോസ് പ്രോഡക്റ്റ്. ഈ ക്രോസ് പ്രോഡക്റ്റും കിട്ടുക വേറൊരു വെക്റ്ററാണ്. അതുകൊണ്ട് ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നതും ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ബട്ട് വാട്ട് അബൌട്ട് ഡോട്ട് പ്രോഡക്റ്റ്? എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഒരു സ്കേലാർ ആണ്, അല്ലേ? എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഒരു സ്കേലാർ ആണ്. അതുകൊണ്ട് അത് എവിടെ ഉണ്ടാവില്ല? സെറ്റ് ഓഫ് ഓൾ വെക്റ്റേഴ്സിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ വെക്റ്റേഴ്സിൽ ബൈനറി ഓപ്പറേഷൻ അല്ല. ഇനി പി ഓഫ് എസ്, സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ്, സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സബ്സെറ്റ്സ്. പവർ സെറ്റിനെയാണ് നമ്മൾ പി ഓഫ് എസ് എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാറ്. പി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എസിൻ്റെ പവർ സെറ്റ്. ഈ സെറ്റിൽ യൂണിയൻ എന്ന് പറയുന്നതും ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നതും ബൈനറി ഓപ്പറേഷൻസ് ആയിരിക്കും. രണ്ട് സെറ്റ്, പി ഓഫ് എസിലെ രണ്ട് സെറ്റ് എടുത്തിട്ട് അതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും പി ഓഫ് എസിൽ ഉണ്ടാവും. ഇനി പി ഓഫ് എസിലെ രണ്ട് സെറ്റ് എടുത്തിട്ട് അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താലും അതും പി ഓഫ് എസിൽ ഉണ്ടാവും. അതുകൊണ്ട് പി ഓഫ് എസ്, സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്, പവർ സെറ്റിനകത്ത് യൂണിയൻ എന്ന് പറയുന്നതും ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നതും ബൈനറി ഓപ്പറേഷൻസ് ആണ്.